സംസാരിക്കും. यीशु मसीह से बात करें. ദൈവത്തോട് സംസാരിക്കാൻ, यीशु मसीह से बातें करें. ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന വിശേഷപ്പെട്ട ലാംഗ്വേജ് ആണ് അന്യഭാഷ. यीशु मसीह से बात करने के लिए जो खास भाषा हमें दी है वो है अन्य भाषा. നിങ്ങളുടെ അധരങ്ങളെ തുറന്ന അന്യഭാഷയിൽ अपने आवाज़ों को खोलकर अन्य भाषा में बातें करें. കർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് കൊടുക്കാതെ വിടുന്നു പോകൽ. परमेश्वर को देने में सबसे उत्तम चीज देकर ही यहाँ से जाए. കർത്താവിനോട് പറയേണ്ടത് തുറന്ന് പറയാതെ വിടുന്നു പോകൽ. परमेश्वर से बोलने वाली बातों को यही बोलकर घर लौटे. എന്തെങ്കിലും ഒരു വാക്കൂടെ കർത്താവിന് നമ്മളോട് പറയാനുണ്ടെങ്കിൽ കർത്താവ് ഇന്നത് നമ്മളെ കേൾപ്പിക്കാതെ വിടരുത്. अगर उसकी चाहत है कि वो हमसे बात करे तो हमसे बात किए बगैर हमें यहाँ से ना भेजे. ആശിഖബനിയാദൻ റോഖോ മനഹസന്ധരേദിയാൻ റിബദന കടകസിയാദന. ശരീരം, മനസ്സ്, ആത്മാവ് മൊത്തത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. शरीर, मन, आत्मा सबका नियंत्रण पवित्र आत्मा के नियंत्रण में आए. ഏറ്റെടുക്കട്ടെ. पवित्र आत्मा उसका नियंत्रण ले ले हमसे. നിങ്ങൾ മുഴുവനെ പരിശുദ്ധാത്മാവിൽ മറയപ്പെടട്ടെ. पवित्र आत्मा में पूर्ण हो जाए. മറയപ്പെടട്ടെ, മറയപ്പെടട്ടെ. पवित्र आत्मा में ढके जाए. നിങ്ങളുടെ ബുദ്ധി അല്ല ഇപ്പോൾ നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്. आपकी बुद्धि आपका नियंत्रण ना ले. ഇപ്പോൾ നിയന്ത്രിക്കേണ്ടത് ആത്മാവാ. നിങ്ങൾ पवित्र आत्मा ही आपका नियंत्रण ले. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ആത്മാവിന്റെ സോണിലേക്ക് കയറട്ടെ. आप जो भी सोच कर रहे हो उस सोच को बाजू में रखकर पवित्र आत्मा के क्षेत्र में प्रवेश करें. ഇത് ആത്മാവ് നിയന്ത്രിക്കുന്ന സഭ. ये पवित्र आत्मा के नियंत्रण वाला कलीसिया. അതുകൊണ്ട് ആത്മാവ് തീരുമാനിക്കുക എന്താ നടക്കേണ്ടത്. इसलिए आत्मा इसका निश्चय करे कि यहाँ क्या होना चाहिए. പ്രാർത്ഥിച്ച ആശീർവാദം പറയാൻ ആത്മാവ് പറയുന്നെങ്കിൽ ഇപ്പോൾ पवित्र आत्मा कहे कि प्रार्थना कर कर समाप्त करे तो हम वो करेंगे. എന്താ ആത്മാവ് പറയുന്നു അതിലേക്ക് നമ്മൾ മൂവ് ആകുക. जो भी आत्मा कहे उस पर हम कार्य करेंगे. ഇത് ആത്മാവ് ചിലപ്പോൾ നിങ്ങളെ തൊടുന്ന നിമിഷങ്ങളായിരിക്കും. ये समय शायद पवित्र आत्मा आपको छूने वाला समय होगा. നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം ആത്മാവ് പ്രഖ്യാപിക്കുന്ന നിമിഷമായിരിക്കും. ये शायद वो क्षण है जहाँ पवित्र आत्मा आपके शरीर में चंगाई की घोषणा कर रहा നിങ്ങളുടെ है. കുടുംബത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ആത്മാവ് ആഗ്രഹിക്കുന്ന हमारे നിമിഷമായിരിക്കും. परिवार में बदलावट लेके आने वाला क्षण हो सकता है. നിങ്ങൾ നാളുകൾ കാത്തിരുന്ന ഒരു ബ്രേക്ക് ത്രൂവിന്റെ സമയമായിരിക്കും. सालों इंतजार करने वाले छुटकारे का एक समय हो सकता है. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് ടോക്ക് ചെയ്യണം. इसलिए आप परमेश्वर से बात करें കർത്താവിന് തിരിച്ച് നിങ്ങളോട് പ്രതികരിക്കണം. ताकि परमेश्वर आपसे उस बातों का जवाब दे सके. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, हमारे स्वर्गीय पिता, ഇത് നിന്റെ ജന, ये तेरे बच्चे हैं, ഞങ്ങൾ നിന്റേതാ. हम तेरे हैं पिता. ഒരിക്കൽ കൂടെ അപ്പച്ചന്റെ കയ്യിൽ ഞങ്ങളെ സമർപ്പിക്കും. अपने आप को तेरे हाथों में सौंपते हैं पिता. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊന്നുമില്ലപ്പ. पिता ऐसा कुछ भी हमारे पास नहीं जो हमारे खुद का है. എല്ലാം നീ തന്നതാ. सब तेरा दान है. ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ആയുസ് നീ തന്നതാ. हमारी जो ये आयु है ये भी तूने हमें दी है. ആരോഗ്യം നീ തന്നതാ. हमारा जो आरोग्य है तूने दिया है. എല്ലാ നന്മകളും നീ തന്നതാ. सारे आशीषों को तूने दिया है पिता. അത് ഞങ്ങൾ നിന്റെ കയ്യിലോട്ട് വെക്കുന്നു. और यही हम आप तेरे हाथ में लौटाते हैं पिता. അപ്പനകത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് വരുത്തണം. उसमें जो भी बदलावट लाना है आप उसमें बदलावट लाइए. വർദ്ധിപ്പിക്കേണ്ടതിനെ വർദ്ധിപ്പിക്കണം. जिसे बढ़ाना है उसे आप बढ़ाइए पिता.
ശുദ്ധീകരിക്കേണ്ടതിനെ जिसे ശുദ്ധീകരിക്കും, शुद्ध करना है उसे आप शुद्ध करें पिता। ശക്തിപ്പെടുത്തേണ്ടതിനെ ശക്തിപ്പെടുത്തും. जिसे सामर्थ्य बनाना है उसे सामर्थ्य बनाए മുറ്റു पिता। സമർപ്പിക്കുന്നു. तेरे हाथ में सौंपते हैं पिता। ഞങ്ങളോട് സംസാരിക്കും, हमसे बातें कर, ഞങ്ങളെ തൊടും, हमें छू, ഞങ്ങളോട് ഇടപെടും, हम हमारी चीजों में हमसे बातें कर। എൻകൗണ്ടറുകൾ നടക്കും, तेरे से मुठभेड़ हमें मिलेगा। ഞങ്ങളെ സന്തോഷത്തിന്റെ പൂർണ്ണതയിലെത്തിക്കും, खुशी की उस संपूर्णता में आप हमें लेकर जाओगे। നിറവിന്റെ പൂർണ്ണതയിലെത്തിക്കും, भरपूरी की उस संपूर्ण अवस्था में आप लेकर जाओगे। എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ നടക്കും, अलौकिक चीजें हमारे जिंदगी में होगी। സൂപ്പർ നാച്ചുറൽ നടക്കും. अलौकिक चीजें हमारी जिंदगी में അത് होगी। ഇന്നുകൊണ്ട് അവസാനിക്കത്തില്ല, वो आज खत्म नहीं ഈ होगा, ആഴ്ച മുഴുവൻ അത് ये തുടരും. पूरे हफ्ते हम अनुभव करेंगे। അപ്പച്ചന്റെ കരുത്ത് ഞങ്ങളെ സമർപ്പിക്കും. तेरे हाथ में सौंपते हैं पिता। പ്രാർത്ഥന കേട്ടത് प्रार्थना सुना इसलिए धन्यवाद। യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में मांगते हैं। और कलीसिया ने कहा രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിന് മാറും. तालियों के साथ यीशु मसीह का उत्सव मनाएंगे। കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. यीशु मसीह के नाम में हम आपका सबका स्वागत करते हैं। ഒന്ന് നമ്മുടെ അടുക്കൽ പറഞ്ഞ നാഥാൻ പ്രവാചകന്റെയും ദാവീദിന്റെയും കാര്യം. एक हमने नातान नेथन नबी और दाऊद राजा के बारे में सुना, അതിൻ്റെ കൂട്ടത്തിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. और हमने प्रकटीकरण से चरवाहा के बारे में കാരണം सुना। ആരെങ്കിലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. किसी ने ध्यान नहीं दिया तो मैं दोबारा बोल रहा हूँ। അതിനൊടുവിൽ നമ്മളൊരു വാക്യം വായിച്ചു. എന്തുവാ? രാജാക്കന്മാർ പ്രൊവർബ്സ് 25:2. और हमने प्रोवर्ब्स 25:2 का पढ़ा कि किसी विषय वस्तु को रहस्यपूर्ण रखने में परमेश्वर की गरिमा है, किंतु किसी बात को ढूंढ निकालने में राजा की महिमा है। आमीन। നമ്മുടെ ദൈവത്തിൻ്റെ പരിപാടി മറച്ചു വെക്കുന്ന പുള്ളിയുടെ ഒരു നേച്ചറാണെങ്കിലും പുള്ളി അതിനകത്ത് വീക്കാണ്. मैं ऐसा कहता हूँ कि उसको रहस्यमय रखने का ये जो स्वभाव परमेश्वर का है, पर परमेश्वर उस स्वभाव में थोड़ा कमज़ोर है। ആമേൻ. കാരണം ദൈവം പല കാര്യങ്ങളും മറച്ചു വെച്ചായിരുന്നെങ്കിൽ ഇന്നത്തെ വേൾഡിലെ സകല മിടുക്കന്മാരും തല കുനിച്ചിരുന്നു. अगर परमेश्वर हर चीज़ रहस्यमय ही रखे तो आज के दुनिया के जो बुद्धिमान है वो लज्जित ही बैठ जाते हैं। സാക്ഷാൽ പിശാചിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. शैतान भी कुछ नहीं कर पाता। കർത്താവ് പലതും തുറന്നത് കൊണ്ടാണ് പിശാച് കടന്ന് ചാടുന്നത്. परमेश्वर ने थोड़ा थोड़ा करके अपने रहस्यों को बांटा, इसीलिए हम इतना तक पहुंच पाए। ആമേൻ. കാരണം പിശാചിനെ ഒന്നും പ്ലാൻ ചെയ്യാൻ കഴിയാത്തവന്. शैतान खुद ही कुछ योजना नहीं बना അവൻ सकता। എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ കർത്താവ് റിവീൽ ചെയ്തത് വേണം അവന്. जब तक परमेश्वर कुछ चीजों को खोलता नहीं तब तक वो कोई योजना बना नहीं सकता शैतान। ആമേൻ. കർത്താവ് എൻ ടൈം റിവീൽ ചെയ്തുകൊണ്ടാണ് അവൻ ഇപ്പൊ കിടന്നുകൊണ്ട് കളിക്കുന്നത്. क्योंकि परमेश्वर ने पहले से ही अंतिम समय के बारे में बोला, इसलिए अब शैतान इतनी तेजी से चीजों को कर रहा है। എൻ ടൈമിൽ അവന്റെ ഗതി എന്താണെന്ന് കർത്താവ് റിവീൽ ചെയ്തുകൊണ്ട് അവൻ അങ്ങനെ കളിക്കാൻ പറ്റുന്നു. परमेश्वर ने पहले से ही बोला कि अंतिम समय में उसकी दशा क्या होगी, इसलिए वो इस चीजों को अभी कर रहा है। യേശുവിനെ പിടിക്കാൻ പറ്റിയത് യേശുവിനെ പിടിക്കാൻ പറ്റുമെന്ന് റിവീൽ ചെയ്തുകൊണ്ടാണ്. यीशु को इसलिए वो पकड़ पाए क्योंकि परमेश्वर ने पहले से ही इस बात को बता दिया कि उसे पकड़ सकते हैं। ആമേൻ. ആമേൻ. യേശുവിനെ മനസ്സിലാക്കാൻ തന്നെ അവൻ എത്ര വർഷം എടുത്തു. यीशु को समझने में ही ये यीशु है, ये समझने में ही उसको सालों लग गए। ആമേൻ. സ്ത്രീയുടെ സന്തതി എന്നൊരു വാക്ക് ആദമിൻ്റെ അടുക്കൽ ദൈവം കൊടുത്ത ഒരു വാക്ക്. आदम के पास यीशु ने परमेश्वर ने कहा स्त्री का संतान। അവന് തുടക്കം മുതലേ നടന്നു ഒത്തിരി പേരുടെ പുറകെ. और वो शुरुआत से ही ऐसे बहुत लोगों के पीछे चला। ഇല്ലേ? അബ്രാമിന്റെ പുറകെ പോയി, इब्राहिम के पीछे, ഇസ്ഹാക്കിന്റെ പുറകെ, इसहाक के पीछे, ഇസ്മായിലിനെ इस्माइल के पीछे, അവൻ പോകാത്ത ആരുടെയൊക്കെ പുറകെ. स्त्रियों के संतानों के पीछे അവന്റെ चलने വിചാരം लग गया। സ്ത്രീ പ്രസവിക്കുന്ന എല്ലാം സ്ത്രീയുടെ സന്ദേഹമാണ്. उसको लगा कि जो भी स्त्री संतान को जन्म देगी वो सारे संतानों के बारे में है। അത് സ്ത്രീയുടെ സന്തതിയാ. सारे स्त्री की ही പക്ഷെ संतान കർത്താവ് होते പറഞ്ഞ हैं, സന്തതിയല്ല. पर वो संतान नहीं जिसके बारे में परमेश्वर ने അതാ कहा। അവന് പിടികിട്ടാത്ത. वो समझ नहीं पाया। ആമേൻ. മറിയയുടെ ഉദരത്തിൽ ഗർഭം ധരിച്ചപ്പോഴും അവന് പിടികിട്ടിയില്ല. जब मरिया गर्भवती हुई मरियम, फिर भी वो समझ नहीं पाए। പിശാന് പിടികിട്ടിയോ? പിടികിട്ടിയില്ല. പിടികിട്ടാഞ്ഞുകൊണ്ടാണ്
അന്ന് പ്രസവിച്ച 2 വയസ്സിൽ താഴെയുള്ള എല്ലാത്തിനെയും തട്ടാൻ നോക്കി. वो ठीक से नहीं समझ पाया. उसका चिन्ह ये है कि उस समय 2 साल के कम उम्र के सारे बच्चों को मार दिया. കാരണം ഒരു ഇൻഫർമേഷനെ ദൈവം കൊടുത്തുള്ളൂ, സ്ത്രീയുടെ സന്തതി. क्योंकि परमेश्वर ने सिर्फ एक ही खुलासा किया, स्त्री का संतान. പിന്നെ പ്രവാചകന്മാർ ഓരോന്ന് അതങ്ങ് ഇലാബറേറ്റ് ചെയ്തു. फिर परमेश्वर के नबियों ने उसके बारे में विवरण करना शुरू कर दिया. സ്ത്രീയുടെ സന്തതി എന്താണെന്ന് ഇലാബറേറ്റ് ചെയ്തില്ല, ആ സന്തതി എങ്ങനെ ആകുമെന്ന് ഇലാബറേറ്റ് ചെയ്തു. नबियों ने स्त्री के संतान कौन है ये नहीं कहा, पर वो कैसा होगा ये कह दिया. യെശയ്യാ പറയാ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. एशिया नबी बोलता है हमारे लिए एक संतान पैदा हो गया. അത് ആരുടെ സന്തതിയാന്ന് പറഞ്ഞില്ല, पर वो किसकी संतान है ये नबी ने നമുക്കൊരു नहीं ശിശു कहा. ജനിച്ചിരിക്കുന്നു. बोले हमें एक बालक दे അത് दिया നമുക്ക് गया है. കിട്ടിയതാ. वो हमको दे दिया പക്ഷെ है. അതിന് ഇന്ന ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. तो उसकी ये खासियत है, നമുക്കൊരു ശിശു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. या हमें एक पुत्र 9:6 प्रदान करा യെശയ്യാ 9:6. हमें एक पुत्र प्रदान कर दिया गया है. കണ്ടല്ലോ, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. और वो पुत्र लोगों की अगुवाई के लिए उत्तरदायी होगा. उसका नाम होगा अद्भुत, उपदेशक, सामर्थ्य, परमेश्वर, पिता, चीर अमर और शांति का राजकुमार. आमीन. ഇത് പറഞ്ഞ അവൻ എന്തോ പിടികിട്ടാൻ? ये सब पढ़ेगा, ये सब सुनेगा तो शैतान क्या ही समझ पाएगा. പ്രവചിച്ച പുള്ളിക്ക് പിടികിട്ടിയില്ല, जो नबूवत कर रहा था आइजिया खुद ही समझ नहीं पाया. പിന്നെ ഇവൻ എങ്ങനെ പിടികിട്ടാൻ? तो शैतान कैसे समझेगा? ഇതിന്റെ സീക്രട്ട് ദൈവത്തിന്റെ കയ്യിലാണ്. क्योंकि रहस्य उस परमेश्वर के हाथ में है. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ രഹസ്യം അറിയില്ല, പിതാവായ ദൈവത്തിന്റെ ഇല്ല. उसका रहस्य पिता परमेश्वर के हाथ में है. ഇനി അത് ആരായി നാളെ ഞാൻ നിങ്ങൾക്ക് തരാം. अभी मैं आपको उन लोगों से मिलवाता हूँ जो वो रहस्य ढूंढ कर निकालता है. ആരാഞ്ഞത് രാജാവല്ല, രാജ്ഞിയാ. वो ढूंढने वाला राजा नहीं, रानी थी. അവന്റെ പേരാ മറിയ. उसका नाम मरियम रानी थी. മറിയയുടെ അടുക്ക വന്ന് പറഞ്ഞത്, मरियम के पास आके बोला എനിക്കൊരു മകൻ ഉണ്ടാകാൻ പോവാ. तुझे एक पुत्र होगा. അവൾ ആരായും തുടങ്ങി, പുരുഷനെ അറിയാത്ത എനിക്ക് എങ്ങനെ तो കിട്ടാൻ? वो इस रहस्य की खोज करती है और पूछती है, पुरुष को तो नहीं जानती तो ये होगा कैसे? ഈ കുഞ്ഞു പുരുഷനാൽ ഉണ്ടാകുന്ന കുഞ്ഞല്ല, क्योंकि ये बच्चा पुरुष के सामर्थ्य से नहीं होगा. ഇത് വചനവും ശക്തിയും ആത്മാവും കൂടെ ചേരുമ്പോഴുള്ളതാണ്. वचन, सामर्थ और आत्मा का मिश्र है ये बच्चा. ഇത് മൂന്നും കൂടെ ഉണ്ടാകുന്ന ഉദരം നിന്റേതാ. और ये तीनों का मिश्र तेरे गर्भ में होगा. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതിയായി. इसीलिए तुझे उस बच्चे को स्त्री का संतान പക്ഷെ करके ഇത് पुकारेगा. മൂന്നും കൂടി ഇതുവരെയും ഒന്നിച്ചത് ഒരു മനുഷ്യന്റെ ഉദരത്തിൽ ഒന്നിച്ചിട്ടില്ല. पर ये आज तक कोई गर्भ में ये तीनों ने एक साथ काम नहीं किया. ഏതെനിൽ ഇത് മൂന്നും കൂടി ഒന്നിച്ചപ്പോൾ ഒരു രൂപം ഉണ്ടായി. एदन में जब ये तीनों का मिश्र हुआ तो एक स्वरूप निर्माण हुआ. വചനമായ കർത്താവ്, परमेश्वर जो वचन है, ശക്തിയായ പരിശുദ്ധാത്മാവും सामर्थ वाला पवित्र आत्मा അത്യുന്നതനായ ദൈവവും കൂടെ ഒന്നിച്ചപ്പോൾ और अति पवित्र परमेश्वर जब एक साथ आए, ഒരു രൂപം പുറത്തു വന്നു. एक स्वरूप बाहर അതിന് आया. ആദമെന്ന് പേരിട്ടു. उस स्वरूप को नाम आदम डाला. പക്ഷെ ഇതങ്ങനല്ല, पर ये ऐसा ഇതൊരു नहीं. ഗർഭപാത്രത്തിനകത്ത് ये मिश्र एक गर्भ के अंदर ഈ डाला. മൂന്നും കൂടെ വരാൻ പോവാ. ये तीनों का मिश्र उस गर्भ के ഇത് अंदर അവന് आएगा. പിടികിട്ടത്തില്ല. ये शैतान नहीं समझ सकता. അവന്റെ വിചാരം उसको लगता അത് है അതുപോലെ ഉണ്ടാകണമെങ്കിൽ अगर वो वैसा होना ഇനി है, അതുപോലൊരു ഏതൻ ഉണ്ടാകണം. ऐसी एक एदन की जरूरत है. കാരണം ദൈവം പറഞ്ഞു, परमेश्वर ने कहा എനിക്കൊരു ഏതനുണ്ട്, मेरा एक അത് एदन है, മറിയയുടെ ഉദരവാ. वो मरियम का गर्भ അത് पात्र है. ഇതുവരെ രക്തം പാപം അറിഞ്ഞിട്ടില്ല. वो आज तक पाप को नहीं അവള് जानी. കന്യകയായപ്പോഴും वो कन्या है, അവള് കൃപ ലഭിച്ചവളാ. उसके ऊपर कृपा അവള് है, വിശുദ്ധയാ. वो पवित्र അവിടെ है. ഉദരത്തിനകത്ത് उसका गर्भ में ഞാൻ ആ ഏതൻ കൊണ്ടുവരാൻ പോവാ. मैं वो एदन को ഒരിക്കൽ उत्पन्न കൂടെ ഞാൻ करूंगा. വരാൻ പോവാ. एक और बार मैं उतर कर आऊंगा. ആമേൻ. आमीन. ഇത് കേട്ട മറിയ പറയുക, ये जब मरियम ने നീ പറഞ്ഞ सुना, പോലെ ഭവിക്കട്ടെ. तूने कहा वो हो जाए परमेश्वर. हालेलुया. ഇതാ हालेलुया. secret. यही है रहस्य. ഇങ്ങനെ ആ രഹസ്യം ദൈവം തുറക്കുന്നു. ऐसे ही रहस्य को परमेश्वर खोलता है. എന്റെ ദൈവത്തിന് मेरा परमेश्वर അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരുത്തന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കുന്ന ഇഷ്ടമല്ല. जो भी उसके लहू के द्वारा उद्धार प्राप्त करता है उसके पास रहस्य रखना ये परमेश्वर नहीं पसंद करता. അതുകൊണ്ടാ പറഞ്ഞ് അബ്രാമിനോട്,
ഞാൻ നിന്നോട് പറയാതെ വല്ലതും ചെയ്യോ? इसलिए इब्राहिम को परमेश्वर कहता है मैं तुझे बोले बगैर क्या कुछ करूंगा। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് എൻ്റെ കർത്താവ് രഹസ്യം മറച്ചു വെക്കുന്നതിൽ വീക്ക്നെസ് ആണ്. इसलिए मैं बोलता हूँ कि परमेश्वर रहस्य को छुपा के रखने में कमजोर है। കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞതിൻ്റെ അർത്ഥം അബ്രഹാമിൻ്റെ സന്തതികൾക്കെല്ലാം ഉള്ള ദൂത ഇത്, നിന്നോട് പറയാതെ ഞാൻ വല്ലതും ചെയ്യും. परमेश्वर ने इब्राहिम से कहा तुझे बोले बगैर मैं कुछ करूंगा। ये इब्राहिम के लिए नहीं पर इब्राहिम के संतानों के लिए दिया हुआ वायदा है। ആമേൻ. आमीन। അങ്ങനാണെങ്കിൽ അടുത്ത വാചകം, ഞാനും നീയും അറിയാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. तो मेरा अगला आपको भरोसा देता हूँ कि आप और मैं जाने बगैर परमेश्वर कुछ नहीं करेगा। ഈ കോൺഫിഡൻസ് നമുക്കുണ്ടാണ്. ऐसा एक धैर्य हमारे पास होना चाहिए। ആമേൻ. നമ്മൾ പറയത്തില്ലേ അവൻ എന്നോട് പറയാതെ ഇരിക്കത്തില്ല. हम बोल देंगे हमें बोले बगैर वो कुछ नहीं करेगा। കാരണം ഫ്രണ്ട്സിനെ കൂടെ പറഞ്ഞ അവൻ എന്നോട് हम പറയാതെ हमारे दोस्तों के बारे में बोलते हैं अरे मुझे बोले बगैर वो कुछ नहीं करेगा। മനസ്സിലാകുന്നുണ്ടോ? എടാ, ഒരു മനുഷ്യനെ കുറിച്ച് നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, अगर तुझे एक मनुष्य के बारे में इतना भरोसा है तो ഇത് മനുഷ്യനല്ല പറഞ്ഞ, ദൈവം പറഞ്ഞു तो ये मनुष्य ഞാൻ नहीं। നിന്നോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല. तो ये मनुष्य ने नहीं, ये परमेश्वर ने बोला मैं तुझे बोले बगैर कुछ नहीं करूंगा। ആമേ. മനുഷ്യൻ എത്ര പറഞ്ഞാലും അതിനകത്ത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും. देखो मनुष्य कुछ भी बोले उसमें कमी घटी आ सकती है। 98 വരെ പിടിക്കാം, 2% അവൻ മറച്ചു. मनुष्य जो भी बोले 98% तक विश्वास कर सकते हैं, 2% फिर भी गड़बड़ है। ആമേ. എല്ലാം പറയും, പക്ഷേ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ എല്ലാം പറയും, പക്ഷെ അവൻ അറിയാതെ ഒരു അഫയറിൽ ചെന്ന് പെട്ടാൽ മാക്സിമം സമയം അറിയിക്കാതിരിക്കും. दोस्त को सब बताते हैं, फिर दोस्त की जानकारी के बगैर कुछ गड़बड़ हो जाए तो बहुत टाइम तक छुपा के भी रखते हैं। ഗഡുബടല്ല, അഫയറിലായ ഗഡുബടല്ല. दोस्त को बताए बगैर कोई अफेयर शुरू हो गया तो वो छुपा के रखते हैं काफी टाइम तक। പിന്നെ അവിടെ ഇവിടെ അറിഞ്ഞു കഴിയുമ്പോൾ ഇവനെ ചെന്ന് പിന്നെ പറയുന്നു. यहाँ वहाँ थोड़ा पता चल गया तो दोस्ती बचाने के लिए फिर जाके दोस्त को बता देते हैं। ആമേ. അങ്ങനല്ലേ നമ്മൾ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു 98 വരെയൊക്കെ മനുഷ്യൻ പറയും. इसलिए मैं बोलता हूँ कि 98% तक तो विश्वास कर എല്ലാവരോടും सकते അല്ല, സീക്രട്ട് ഒരാളോട് പറയും. हैं। 98% तक लोग अपने रहस्य कोई एक व्यक्ति या दो व्यक्ति को बता देते हैं। നല്ല ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 99 വരെ പറയും. अच्छे पति पत्नी है तो एक दूसरे को 99% तक बता देते हैं। അത് പറഞ്ഞതിന് കാരണം ചിന്തിക്കുന്ന കാര്യം പറയത്തില്ല. क्योंकि मन में जो सोच रहे हैं वो नहीं बताते। പറയോ? ഞാൻ പറയത്തില്ല, നീ പറയോ? നമ്മളാരും പറയത്തില്ല. കാരണം നമ്മൾ മൂഡ് സ്വിങ്ങിനനുസരിച്ച് നമുക്ക് ദേഷ്യത്തിനനുസരിച്ചൊക്കെ നമ്മൾ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ട്, അതൊന്നും പറയത്തില്ല. गुस्से में या मूड खराब हो तो मन में क्या कुछ सोचते हैं वो सब थोड़ी बताते हैं। പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനല്ല, पर परमेश्वर वैसा नहीं, ചിന്തിക്കുന്നവരെ പറയും. जो सोचता है हमारे बारे में उसको कहता है। അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്ന പുള്ളി പറയുന്നത്. इसीलिए जो तुम सोचते हो वो तुम्हें बता देता है। ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന കഴിവുള്ളത് കൊണ്ട്, അത് മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം അദ്ദേഹം വിളിച്ചു പറയും. जो वो सोचते हैं वो बताने की काबिलियत उनमें है, इसलिए जब हम कुछ सोचते हैं वो चीजें वो हमें बता सकते ഞങ്ങൾ हैं। പ്രൊഫസി ചെയ്യുമ്പോൾ ചിലരുടെ ചിന്തകൾ വായിച്ചിട്ടുണ്ട്. हम कभी कभी नबूवत करते हैं तो लोगों की सोच नबूवत में आती है। നീ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുവല്ലയോ എന്ന് ഞങ്ങൾ हम ചോദിച്ചിട്ടുണ്ട്. ऐसे पूछते हैं कि तूने अभी ऐसे सोचा ना। ആമേ. അത് ഞങ്ങളുടെ കഴിവല്ല, वो हमारी അത് काबिलियत കർത്താവിന്റെ नहीं, കഴിവാ. वो परमेश्वर की काबिलियत है। കർത്താവ് അത് ചെയ്യുന്നെങ്കിൽ കർത്താവിന്റെ മനസ്സ് തുറക്കാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. वो परमेश्वर अगर वो कहता है वो इसलिए क्योंकि वो अपना दिल അതിൽ आपके सामने खोलना चाहता 100% है। നിന്നോട് പറയാതെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞതിൽ 100% ഇത് പറയാൻ യോഗ്യൻ ഒരാളേ ഉള്ളൂ, അത് കർത്താവ് മാത്രം. और अगर ऐसा कोई व्यक्ति है जिसकी योग्यता है कि वो ये बोले कि तुझे बताए बगैर मैं कुछ करूंगा क्या, तो वो केवल हमारा परमेश्वर है। ആമേൻ. ഞാൻ പറയുക, അതുകൊണ്ട് ഇനിയും ചാടിക്കറി ഉള്ളതെല്ലാം കൂടെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കുടുംബജീവിതം ബുദ്ധിമുട്ടാക്കല്ല. भाई मैंने ऐसा बोला करके अभी सब जाके बोल के पारिवारिक जीवन में प्रश्न मत बनाना। ചിന്തിക്കുന്നതൊക്കെ അവിടെ ഇരുന്നോട്ട്, ബാക്കിയെല്ലാം പറയണം. सो जो सोच रहे सारा वो उसको रख लीजिए अपने पास, बाकी सब बांट दीजिए। പക്ഷെ എല്ലാം പറയണം. पर सब कुछ बांटना ही, ഹസ്ബൻഡ് വൈഫും തമ്മിൽ എല്ലാം പറയണം. पति पत्नी के बीच में कोई रहस्य ना हो। ഭാര്യ അറിയാത്ത ഒരു കാര്യം നിന്റെ ജീവിതത്തിലും വേണ്ട, നീ അറിയാത്ത ഒരു കാര്യം ഭാര്യയുടെ ജീവിതത്തിലും. पति के जानकारी के बगैर कोई चीज़ तेरे जिंदगी में ना हो
पत्नी के जानकारी के बगैर कोई चीज़ तेरी जिंदगी में ना हो। വേണ്ടാത്തത് നമ്മൾ ഈ അനാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുകയൊക്കെ ചെയ്യും. അത് ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും, ഭാര്യയെക്കുറിച്ച് ചിന്തിക്കും, എല്ലാം ചിന്തിക്കും. അതൊന്നും പറയണ്ട. और बहुत सारी चीज़ें जो ज़रूरी नहीं है फिर भी सोचते हैं, वो सारी चीज़ें मत बांटिए, പക്ഷെ ബാക്കിയെല്ലാം പറയണം. बाकी सब ज़रूर बताना। ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞില്ല. सब लोग ने आमीन नहीं कहा। എല്ലാം തുറന്നു പറഞ്ഞ് ആടി അടക്കുമെന്നാണ്. അല്ല, കുഴപ്പമില്ല. सारे पास्टर सब बोलेंगे तो मारा मारी होगा, ऐसा कुछ नहीं है। ആമേൻ. എല്ലാവരും പറയണം. അതാണ് ബന്ധത്തിന് ഏറ്റവും നല്ലത്. वो एक रिश्ता अच्छा रखने में सबसे अच्छी ചിലർ बात। ഭയങ്കര മിടുക്കരാ. कुछ लोग बहुत होशियार होते हैं। ഒന്നിലെ ഹസ്ബൻഡ് അല്ലേ വൈഫ് പാവമായിരിക്കും, അവരുടെ ഇത് മൊത്തം ഇങ്ങ് ഒപ്പിച്ചു. कुछ लोग बहुत बेचारे होते हैं, ये पति या पत्नी कोई एक बहुत बेचारा होता है तो ऑपोजिट व्यक्ति उसका सारा रहस्य जान लेता है। മൊത്തം പിറന്ന് വീണപ്പം മുതലുള്ള ഇതുവരെ ഉള്ളത് മൊത്തം ഒക്കെ പറഞ്ഞു കൊടുക്കും. जन्म से अब तक सारा रहस्य जान लेते हैं पति का या पत्नी का, അത് കേട്ടിട്ട് അവര് വലിയ ഭക്തർ കളിച്ചിരിക്കും. और वो करके दूसरे वाले हाँ हम ऐसे नहीं है, എന്നാ ऐसे അവനോട് करते ചോദിച്ചേ ഇവിടേത് വല്ലതും നിനക്കറിയാടോ? ഒന്നും അറിയത്തില്ല. हैं। और अगर उसको हम पूछे कि तुझे तेरी पत्नी का कोई रहस्य मालूम है तो बोलेगा नहीं मुझे कुछ पता। അത് തെറ്റാണ്. वो भी गलत है। നീ മൊത്തം ചോദിച്ചറിഞ്ഞെങ്കിൽ നിന്റെ മൊത്തം ഒന്ന് പറയണം. अगर तूने सब कुछ पूछ कर समझ लिया है तो खुद का भी सब कुछ बताना। ആമേ. ആ എനിക്കറിയാം സ്വോത്രം വരത്തില്ല. मैं जानता हूँ इसमें स्तुति नहीं आएगा। ഹലോ, മറച്ചു വെച്ചിട്ട് അന്യഭാഷ പറയുന്നെങ്കിൽ ആ അന്യഭാഷയ്ക്ക് കുഴപ്പമുണ്ട്. ऐसी चीज़ों को छुपा कर रख कर अन्य भाषा कहते हैं तो कुछ तो गड़बड़ है। ആമേ. ഓ ഇന്ന് ശരിയായില്ലല്ലേ? आज ठीक नहीं है प्रचार पास्ट। ആമേൻ. ഇത് ഞാനല്ല, പിന്നെ ആരാ നിങ്ങളോട് मैं പറഞ്ഞു? नहीं बोलूँगा तो कौन बताएगा आपको ये सब बात। കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ട്, लोग जो यहाँ पे കല്യാണം शादी करने वाले കഴിച്ചവരുണ്ട്. हैं, लोग जिनकी शादी हो गई, ഈ രണ്ടും അല്ലാത്തവരാരും ഇല്ലല്ലോ. कल्याण का जो 3 വർഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞവരുമുണ്ട്. शादी होकर बहुत साल होने वाले हैं। പക്ഷേ ഏറ്റവും നല്ലത് അതാണ്. കാരണം ബൈബിൾ അനുസരിച്ച് നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. बाइबल के अनुसार आप 2 नहीं आप 1 हो। അല്ലേ? നിങ്ങൾ ഇനി രണ്ടല്ല ഒന്നാത്ത. आप लोग 2 नहीं 1 हो, ऐसा वचन कहता है। ആമേ. ആമേ. രണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് തലയും എന്തുവാണെന്ന ശരീരവുമാണ്. दूसरा बोलता है कि पति सर और पत्नी शरीर। ഒന്ന് ചിന്തിച്ച് നോക്കിയേ. തല കുറച്ച് കാര്യം അറിയാം, ശരീരത്തിൽ അത്ര അറിയത്തില്ല. ആ ഫങ്ഷൻ ഒന്ന് നോക്കിക്കുക എന്തുവാന്ന്. आप सोचिए सर बहुत सारी चीज़ों को जानता है पर शरीर नहीं जानता तो वो कैसे काम करेगा। അപ്പോൾ തല പറയും അങ്ങോട്ട് പോകാൻ, ശരീരം ഇങ്ങോട്ട് പോകും. तो सर बोलेगा कि राइट में जाओ, पर सर बोलेगा कि दाएं जाओ, शरीर बोलेगा नहीं बाएं जाना। ആ അവസ്ഥ നോക്കി. അതിനായിരിക്കും ഈ പാകലെന്ന് പറയുന്നത്. उसी को शायद हम पागलपन कहते हैं। അവൻ ചിന്തിക്കുന്ന ഒന്ന്, ചെയ്യുന്ന വേറൊന്ന്. सोचता कुछ है करता कुछ और है। ആമേ. എല്ലാം നല്ല ഫങ്ഷനായിട്ട് പോകണമെങ്കിൽ തുറന്ന് സംസാരിക്കണം. और सब कुछ अच्छी रीति में जाना है तो अच्छी तरह से विश्वास ഇതിനകത്ത് योग्य बात വരേണ്ടതല്ല, करना है। പക്ഷേ ആത്മാവ് കയറ്റിക്കൊണ്ട് अब വന്ന जो बोल रहा हूँ उसमें ये आना तो नहीं चाहिए था पर पवित्र आत्मा बताना चाहता है तो मैं बोल रहा हूँ। കർത്താവ് നമ്മളോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല. परमेश्वर हमें बताए बगैर कुछ नहीं करेगा, അതിൻ്റെ കാരണം എന്താ? ആ പറഞ്ഞ വാക്യത്തിൽ അവൻ ദൈവമാണെന്ന് പറഞ്ഞു. क्योंकि वो परमेश्वर है। वो बोलता अले, है Proverbs Proverbs 25. किसी विषय वस्तु को रहस्य पूर्ण रखने में परमेश्वर की गरिमा है। ആ പരമേശ്വർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന God. ദൈവം എന്നാ. परमेश्वर ഗോഡ് അല്ലേ? നമുക്ക് അവിടെ ഇട്ടേക്കുന്ന പേരെന്താ? हमें वहाँ क्या बुला रहे हैं? राजा। മനസ്സിലാകുന്നുണ്ടോ? അവിടെ ദൈവം എന്നിട്ടിട്ട് അടുത്ത നമ്മൾക്ക് ഇട്ടേക്കുന്ന കിങ് എന്ന. अपने आप को परमेश्वर बुलाता है और हम लोगों को राजा बुलाता है। ആമേൻ. ഇനി ശ്രദ്ധിക്കേ, നമ്മൾ രാജാവായിട്ട് ജനിച്ചതല്ല, രാജാവായവരാ. हम जन्म से राजा नहीं, हमें राजा बनाया गया है। ആണോ? ജനിച്ചപ്പോൾ നമ്മൾ അന്യരായിരുന്നു. जब पैदा हुए तो हम जातीय लोग थे, നമ്മൾ ഇരുട്ടിൻ്റെ മക്കളായിരുന്നു, हम अंधकार के बच्चे थे, പിശാചിൻ്റെ മക്കളായിരുന്നു. शैतान के संतान थे। ആമേൻ. നമ്മൾ അന്യരായിരുന്നു, പരദേശികളായിരുന്നു. നമ്മളെക്കുറിച്ച് വല്ലാത്ത വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. वचन हमारे बारे में ऐसी अनेक चीज़ें कहता है कि हम खुद के जो लोग नहीं थे, हम पर जाति के लोग थे। ऐसे बहुत सारी चीज़ें हमारे बारे में कही जाती കറക്റ്റ് है। അല്ലേ? അപ്പോൾ
ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ആരായി? രാജാക്കന്മാരായി. तो एक कर्म के द्वारा हम, ഒരു एक പ്രോസസ്. प्रोसेस, एक रीति के द्वारा हम राजा बने. ആമേൻ. ആ പ്രോസസ്സിന്റെ പേരാ കാൽവറി. उस रीति का नाम है कलवरी. ആ കാൽവറിയിൽ ദൈവവും അല്ല സാധാരണ മനുഷ്യരായിരുന്ന നമ്മളെ രാജാക്കന്മാരാക്കാൻ ദൈവം തന്നെ വന്നു. और हम जो साधारण रीति के लोग हैं, हमें राजा बनाने के लिए परमेश्वर खुद स्वयं उतर कर आया. പിശാചിന്റെ മകൻ എന്നുള്ള ലേബലിൽ നിന്ന് രാജാവെന്ന ലേബലിലോട്ട് നമ്മളെ മാറ്റാൻ അവിടെ ക്രിസ്തു വന്നു. शैतान का संतान ये लेबल हटाकर राजा ये लेबल देने के लिए मसीह खुद आया. നമ്മുടെ മുമ്പേ സമയമില്ലാത്തതുകൊണ്ട് ഇരുട്ടിന്റെ മക്കൾ, പിശാചിന്റെ മക്കൾ, നമ്മൾ പിശാചിന്റെ മക്കളായി എന്നുള്ള വാക്യമൊന്നും ഞാൻ എടുക്കാത്ത. मैं वचन आपसे निकलवा नहीं रहा हूँ, पर वचन में ऐसा लिखा है कि अंधकार के അല്ലെങ്കിൽ बच्चे നമ്മുടെ शैतान के സഹോദരന്മാർ അത് संतान. എടുത്തു തന്നെ നിങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് ആ അടുത്ത ലെവലിലോട്ട്. आपको मालूम है ये चीजें, इसलिए मैं अगले स्तर पर जा रहा हूँ. പിശാചിന്റെ മക്കളിൽ നിന്ന് രാജാവെന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ മാറ്റാൻ വന്നത് ക്രിസ്തു, അതായത് ദൈവം. और शैतान का संतान इस औहदे से हटाकर राजा के औहदे में बिठाने के लिए मसीह खुद आया. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ മഹത്വത്തിലിരിക്കുക. परमेश्वर का जो रहस्य है वो उसकी महिमा में छुपा हुआ അങ്ങനല്ലേ है. എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ മഹത്വത്തിലാണ് കാര്യം മറച്ചു വെച്ചേക്കുന്നത്. परमेश्वर ने अपनी महिमा में चीजों को छुपाया है. അല്ലേ? അത് തുറക്കുന്ന ചാവി എന്താ? वो खोलने वाली चाबी कौन सी है? എന്തുവാ? രാജാവിൻ്റെ മഹത്വം. राजा का महिमा, ये औदा वो चाबी है जो रहस्य को खोलता है. ആന്നോ? വാക്യം പറ. वाक्य के अनुसार ऐसा है ദൈവത്തിൻ്റെ ना? മഹത്വത്തിൽ മറച്ചു വെച്ച കാര്യത്തെ തുറക്കണമെങ്കിൽ രാജാവിൻ്റെ മഹത്വം അവിടെ വേണം. परमेश्वर की गरिमा में जो चीज रहस्य है उसे खोलना है तो राजा की महिमा की जरूरत है. രാജാവിൻ്റെ മഹിമ അറിയില്ല. राजा की महिमा किसके पास है? ഞാൻ ആരായിരുന്നു? मैं कौन था? ഞാൻ ആരായിരുന്നു? പിശാചിന്റെ മകൻ. शैतान का ബാക്കിയുള്ള बाकी सब छोड़ दीजिए. शैतान का संतान, ഇരുട്ടിന്റെ മകൻ, പിശാചിന്റെ മകൻ. अंधकार का संतान. അപ്പോൾ രാജാവിന്റെ മഹിമ എനിക്ക് കിട്ടണം. तो अंधकार में जो पड़ा हुआ मैं हूँ, मुझे राजा की महिमा मिलनी चाहिए. കിട്ടണമെങ്കിൽ ഞാൻ രാജാവാകണം. राजा की महिमा ഞാൻ मिलनी है तो मैं രാജാവായെങ്കിലേ രാജാവിന്റെ മഹിമ കിട്ടൂ. राजा की महिमा अगर मुझे मिलना है तो मुझे पहले राजा बनना पड़ेगा. അപ്പൊ എന്റെ രാജ്യത്വം അറിയില്ല. तो मेरा राजकीय ये औदा किसके हाथ में है? പറ. ദൈവത്തിന്റെ കയ്യിൽ. परमेश्वर के हाथ में. രാജാവിന്റെ മഹിമ അറിയില്ല. राजा की महिमा किसके हाथ ദൈവത്തിന്റെ में? കയ്യിൽ. महिमा के हाथ में. അപ്പൊ ആദ്യത്തെ तो രഹസ്യം परमेश्वर के हाथ എന്തായിരുന്നു? അപ്പോൾ ആദ്യത്തെ രഹസ്യം എന്താ? में. So परमेश्वर का पहला रहस्य कौन सा था? ഞാൻ രാജാവാകുക എന്നുള്ളത് ആദ്യത്തെ രഹസ്യം. मैं राजा बनूं, यही उसके सबसे पहली रहस्य बात थी. ആമേൻ. കാരണം ഇത് തുറക്കണമെങ്കിൽ എനിക്ക് രാജാവായേ പറ്റൂ. क्योंकि परमेश्वर के रहस्य को खोलना है तो मुझे राजा बनना ये जरूरी है. ഈ രാജാവിന്റെ മഹത്വത്തിനെ ഇത് തുറക്കാൻ പറ്റൂ. राजा की महिमा ही परमेश्वर के रहस्य അപ്പൊ को ഞാൻ जान ആദ്യം सकता है. ആരായി മാറണം? तो पहले मुझे क्या बनना है? രാജാവായി മാറണം. राजा बनना है. അപ്പൊ രാജാവായി മാറുന്നതാണ് ആദ്യത്തെ രഹസ്യം. तो मनुष्य के लिए सबसे पहला रखा हुआ परमेश्वर का रहस्य यही था कि हम मनुष्य ना बने रहे पर राजा बने. അതിന് കൊണ്ട് ദൈവം തന്നതാണ് കൽവറി. और वो रहस्य को बाहर लाने के लिए परमेश्वर ने रखी हुई बात थी कलवरी. ആമേൻ. യേശുവാണ് അത് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകം സ്വീകരിക്കത്തില്ല. यीशु अगर आपको वो दे रहा है ऐसे बोलेंगे तो ये दुनिया उसको स्वीकार യേശു नहीं നിങ്ങൾക്ക് करेगी. രാജാവിന്റെ ചാവി തരുമെന്ന് പറഞ്ഞാൽ ഈ ലോകം സ്വീകരിക്കത്തില്ല. यीशु आपको राजा बनाएगा अगर बोले तो कोई स्वीकार नहीं करेगा. അതിനെ യേശു എന്ത് എടുത്തു? इसलिए यीशु ने क्या किया? യേശു പറഞ്ഞു यीशु ने बोला ഞാൻ നിങ്ങളെ വീണ്ടെടുക്കാം. मैं तुझे छुड़ाता हूँ. അതിനെ യേശു കൽവറി കയറി. उसके लिए वो कलवरी में चढ़ा. ആ കാൽവറിയാണ് നിന്റെ മനസ്സ് മാറ്റിയത്. वो कलवरी ने तेरे मन को बदल ആ दिया. കാൽവറിയിലെ തകർച്ചയാണ് നിന്റെ മനസ്സിനെ തൊട്ടത്. कलवरी में परमेश्वर के वो टूटे अवस्था को देखकर
तेरा आमेन। मन बदल गया। ആയിരക്കണക്കിന് വർഷങ്ങൾ हजारों साल ദൈവം ഇടപെട്ടിട്ട് परमेश्वर ने बातें की, പ്രവാചകന്മാർ സംസാരിച്ചിട്ട് नबियों ने बातें की, അത്ഭുതങ്ങൾ ചെയ്തിട്ട് चिन्ह चमत्कार को देखा, അടയാളങ്ങൾ ചെയ്തിട്ട് चिन्हों को देखा, ഇവർ അകത്ത് കയറിയില്ലത്. पर लोग समझ नहीं पाए। ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി पर जब परमेश्वर मनुष्य बनकर തന്റെ आया, കാൽവറി മരണം കൊണ്ട് अपने कलवरी मृत्यु നമ്മളോട് के साथ, അപ്രോച്ച് ചെയ്തപ്പോ जब उस मृत्यु के साथ ആ हमारे पास आया, സഹനമാണ് നമ്മളെ പിടിച്ചു കുലുക്കിയത്. वो स्नेह ने, वो प्यार ആ ने, സഹനം वो जो सहन किया उसने, हाँ। वो सहन करने की उस शक्ति ने हमें बदल दिया। ഇന്നും വേൾഡ് അംഗീകരിക്കുന്ന അതാ. आज भी दुनिया उस बलिदान को मानती है। യേശു ഈ ഭൂമിയിൽ നടന്നല്ല അവർക്ക് വിഷയം. यीशु पृथ्वी पर चला उसको नहीं, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതല്ല അവർക്ക് വിഷയം. कुष्ठ रोग को चंगाई दिया वो नहीं, അവൻ കടലിന് മേളിൽ കൂടി നടന്നതല്ല. समुद्र के ऊपर चला वो नहीं, അവന്റെ സഹനത്തിന് പകരം വെക്കാൻ, वो जो दर्द को सहन किया, അവന്റെ മരണത്തിന് പകരം വെക്കാൻ, उसकी मृत्यु जो हुई, അവന്റെ ഉയർപ്പിന് പകരം വെക്കാൻ, उसकी पुनरुत्थान जो हुई, അവന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ उसने जो प्यार दिखाया, ഉലകത്തിൽ ഒന്നുമില്ല. इस दुनिया में ऐसा कुछ भी नहीं അതാണ് നമ്മുടെ ആദ്യത്തെ ചാവി. जो हम उसके बदले में दे നമുക്ക് सके। രാജ്യത്വം തന്ന ചാവി, वही है चाबी जिसने हमें राजा बना दिया, നമ്മളെ രാജാവാക്കിയ ചാവി, हमें राजा बनाने वाली वो चाबी, നമുക്ക് കിങ്ഡം തന്ന ചാവി. वो किंगडम हमको दिया, वो चाबी। ആമേൻ. ഇത് നീ സ്വീകരിക്കാതെ ബാക്കി ഒരു രഹസ്യങ്ങളും നിനക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. हमें राजा बनाया, हमें एक राज्य दिया, वो चाबी है कलवरी की वो बलिदान। और जब तक उस बलिदान को हम स्वीकार नहीं करें, तब तक ये राजा की महिमा हम प्राप्त नहीं कर सकते। आमेन। आमेन। അപ്പോൾ ഇപ്പൊ ആ വാക്യം ഇച്ചിരി ഒന്ന് ചേഞ്ച് ആയി. तो मैं इस वाक्य को थोड़ा बदल रहा हूँ। കോമൺലി അത് പറഞ്ഞു, അതായത് പഴയ നിയമത്തിലെ അഭിഷേകത്തിന് രീതി പറഞ്ഞു, ദൈവത്തിൻ്റെ മഹത്വമാണ് കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്, രാജാവിൻ്റെ മഹത്വമാണ് അതിനെ തുറക്കുന്നത്. पुराने करार के भक्त ने जब लिखा तो ऐसे लिखा, परमेश्वर की महिमा है कि वो चीज़ों को रहस्यपूर्ण रखता है, राजा की महिमा है कि वो उस बात को ढूंढ निकालता है। ലോകം കണ്ട ഏറ്റവും വലിയ മിസ്റ്ററി ആയിരുന്നു കർത്താവിൻ്റെ മരണവും ഉയർപ്പും. दुनिया ने देखा सबसे बड़ा रहस्य था यीशु मसीह का मृत्यु और पुनरुत्थान। അത് കാൽവരി കൊണ്ട് തുറന്നു. वो कलवरी में वो चाबी खुल गई, ആമേൻ. ആ ചാവി സകല രാജാക്കന്മാരുടെ കയ്യിൽ കിട്ടി. और वो चाबी परमेश्वर ने सारे राजाओं के हाथ में दी ആ दी। കിട്ടിയ രാജാക്കന്മാരായി ഇരിക്കുന്നില്ല. और वो चाबी जिन राजाओं के पास है वही यहाँ बैठे हुए हैं। ആമേൻ. ഇപ്പൊ ആ വാക്യം ഒന്ന് ചേഞ്ച് ആയി. तो अब मैं उसको बदल कर बोलता हूँ। ഇനി ആ വാക്യം എങ്ങനെയാണെന്നറിയോ? आप जानते हो कि वो ഞാനത് वचन പറയാം. कलवरी के बाद वो वचन कैसे बदल गया? കാര്യം മറച്ചു വയ്ക്കുന്നത് രാജാതിരാജാവിന്റെ മഹത്വം. चीजों को रहस्य पूर्ण रखने की गरिमा राजाओं के राजा की गरिमा है। ദൈവത്തിന്റെ മഹത്വം എന്നല്ല, രാജാതിരാജാവിന്റെ മഹത്വം. परमेश्वर की गरिमा नहीं, राजाधिराज राजा की गरिमा है कि चीजों को रहस्य पूर्ण रखता है। അടുത്തത്, രാജാതിരാജാവിന്റെ മകനായ രാജാവിന് ആ രഹസ്യത തുറക്കാനുള്ള മഹത്വമുണ്ട്. तो राजाधिराजा के बेटा जो राजा है उसकी महिमा है कि वो ये चीजों को आमेन। ढूंढ कर निकालता है। ഞാനത് മനസ്സിലാക്കി തരാം. समझा कर देता हूँ। പഴയ നിയമത്തിൽ അഭിഷേക തൈലം ഒഴിച്ചാണ് രാജാവിനെ സൃഷ്ടിക്കുന്നതെങ്കിൽ पुराने करार में तेल उंडेल कर एक राजा അഭിഷേക को- തൈലം अभिषेक का तेल उंडेल कर एक राजा को नियुक्त किया जाता था। പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് രാജാവിനെ സൃഷ്ടിക്കുന്നത്. नए करार में यीशु मसीह का लहू राजा को नियुक्त करता है। നീ आमीन। രക്തത്താൽ രാജാവായവനാ. तू यीशु के लहू से राजा बना। നീ രക്തത്തെ സ്വീകരിച്ച് രാജാവായവനാ. जब तूने यीशु मसीह के लहू को स्वीकार किया तू राजा बन गया। ആമേ. നിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? तेरी खासियत क्या है? അവൻ കാലഘട്ടത്തിലാണ് രാജാവാകുന്നതെങ്കിൽ നീ ആ ലോകസ്ഥാപനത്തിന് മുമ്പ് രാജാവായവനാ. अगर पुराने करार का राजा एक समय के लिए सीमित था, तू सृष्टि की रचना से पहले ही राजा था। അവൻ ജനിക്കണം രാജാവാകണമെങ്കിൽ ആ. അവൻ ആ കാലഘട്ടത്തിൽ അവൻ ജനിച്ചെങ്കിലേ അവന് രാജാവാകാൻ പറ്റും. अगर वो उस समय में जब वो जन्म लेता है हाँ। तभी उस समय का राजा वो बन सकता है। ആമേൻ.
അവൻ ജനിച്ചില്ലെങ്കിൽ രാജാവാകത്തില്ല. अगर जन्म नहीं हुआ तो राजा नहीं बनेगा। ദാവീദ് ആ കാലഘട്ടത്തിൽ ജനിച്ചത് കൊണ്ടാ രാജാവായേ. दाऊद का जन्म उस समय में हुआ तो वो उस समय का राजा बना। ദാവീദ് ആ കാലഘട്ടത്തിൽ ജനിച്ചില്ലെങ്കിൽ അതിന് പകരം രാജാവ് കണ്ടേര്. अगर वो समय में जन्म नहीं लेता तो कोई और उस समय का राजा बनता। ആമേൻ ആമേൻ. എന്നാൽ നമ്മളങ്ങനല്ല. पर हम ऐसे नहीं, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് രാജാവാ. हम जन्म से पहले ही राजा है। ആമേൻ. ആ അവകാശം നമ്മുടെ കിട്ടിയില്ല. वो अधिकार हमें नहीं मिला। അത് കിട്ടണമെങ്കിൽ ഒരു ചാവി വേണമായിരുന്നു. वो मिलने के लिए एक चाबी चाहिए അത് थी। ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. वो ताला लगाकर बंद किया ആ गया था। ലോക്ക് അടിക്കുന്ന ചാവിയുടെ പേരാ കാൽവറി. और वो चाबी जो उस ताले को खोल सकता है वो है कलवरी। അതുകൊണ്ട് നമ്മളെങ്ങനെ രക്തത്തിൽ രാജാവായി. इसीलिए हम उस लहू के अभिषेक में राजा बने। ആ ചാവിയിൽ രക്തമാണ് ഒഴുകിയത്. वो चाबी ने लहू को बहाया। ആ ചാവി തുറന്നപ്പോ രക്തം ഒഴുകി. वो चाबी जब खुला ताला तो यीशु का लहू बहा। ആ രക്തം ജനത്തെ തൊടാൻ തുടങ്ങി. वो लहू लोगों को छूने അത് लगा। നമ്മളെ തൊട്ടു. वो लहू ने हमें छुआ അങ്ങനെ നമ്മൾ രാജാവായി. और वैसे ही हम राजा बने। ഇപ്പൊ ഈ രാജാവിന് നമ്മളോട് പറയാനുള്ളത്, अब ये राजा हमसे कहता है, നിന്നോട് പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. हे राजा तुझे बोले बगैर मैं कुछ नहीं करूंगा। നിന്നോട് പറയാതെ എനിക്കൊന്നും ചെയ്യാൻ तुझे പറ്റത്തില്ല. बोले बगैर मैं कुछ नहीं അപ്പൊ അതിന്റെ करूंगा। അർത്ഥം उसका क्या मतलब നിനക്ക് है? തരാൻ ഒരു കൂട്ടം ചാവി എന്റെ കയ്യിലുണ്ട്. उसका ये मतलब है परमेश्वर आपसे कह रहा है तुझे सौंपने के लिए मेरे पास अरे- एक झुंड चाबी है। എന്റെ കയ്യിൽ ഇരുന്നിട്ട് സ്വസ്ഥതയില്ലടാ. वो मेरे पास है, मैं खुश नहीं। നീ അടുത്തു വാ, तू पास आ, എനിക്ക് കൈമാറണം. मुझे तुझे ये चाबी देनी है। ഈ സ്വസ്ഥതയില്ലാഞ്ഞത് കൊണ്ടാണ് അന്ന് ഫിലിപ്പിന്റെ കൈസറുടെ മുമ്പിൽ വെച്ച് പത്രോസിനോട് അത് ചോദിച്ചത്. और ഫിലിപ്പിന്റെ കൈസറുടെ മുമ്പിൽ വെച്ച് क्योंकि परमेश्वर ये चाबी देने में बहुत उत्सुक है, इसीलिए फिलिप के कैसरे में यीशु मसीह ने पत्रोस से इस चीज को पूछा, ഞാൻ ആരാടാ? मैं कौन हूँ? നിങ്ങൾ നാട്ടുകാരൊക്കെ ഞാൻ ആരാന്ന് പറയുന്നു പറഞ്ഞു. दुनिया वालों को तुम जो भी बोलो तू बता कि मैं कौन हूँ। പലരും പറഞ്ഞു. बहुत लोग कुछ मेरे बारे में बोल रहे हैं। എനിക്കറിയണ്ടത് നിങ്ങൾ പറ ഞാൻ ആരാണ്. मुझे जानना है, तू बता कि मैं कौन ആ हूँ। ഭാഗം ഒന്ന് എടുക്കാം. പ്രസംഗത്തില്ല, നിങ്ങൾക്കൊന്ന് തൊട്ട് കാണിച്ച് ഞാൻ അവസാനിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം തോന്നുന്നു, അല്ല 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. जब यीशु ने കണ്ടോ? कैसरिया फिलिपी के प्रदेश में आया तो उसने अपने शिष्यों से पूछा, लोग क्या कहते हैं Yes. कि मैं कौन हूँ? ആ എന്താ പറഞ്ഞത്? എടാ ജനം എന്താ പറയുന്നത്? ലോക- നിങ്ങൾ എൻ്റെ കൂടെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ വർഷങ്ങളായിട്ട് നടക്കുമല്ലേ? 3.5 വർഷമായിട്ട് ജനക്കൂട്ടം, ഞാൻ പോകുന്നിടത്ത് എല്ലായിടത്തും ജനക്കൂട്ടമുണ്ട്, നിങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ജനം എന്നെ കുറിച്ച് എന്താ പറയുന്നത്? देखो ये 3.5 साल से ये झुंड मेरे पीछे पीछे चल रहा है, तुम भी चल रहे हो, ये लोग मेरे बारे में क्या कह रहे हैं? അന്നേരം അവരുടെ മറുപടി, तो वो बोलते हैं, कुछ कहते हैं कि तू बपतिस्मा देने वाला यूहन्ना है, और दूसरे कहते हैं कि तू एलिया है, और कुछ अन्य कहते हैं कि तू यिर्मयाह है, जो भविष्यवक्ता में से कोई एक है। ഓക്കെ. ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഇതാ നമ്മൾ ചുരുക്കി പറഞ്ഞ ഒരു പ്രവാചകന. अगर संक्षेप में कहे तो लोग बोल रहे हैं ये कोई एक नबी है, പ്രവാചകനല്ലാതെ പറഞ്ഞേക്കുന്നത് യോഹന്നാൻ്റെ പേര് മാത്രമേ ഉള്ളൂ, और नबी के अलावा सिर्फ यूहन्ना के बारे में बोला है। അല്ലേ? ഏലിയാവ്, യിരെമ്യാവ്, പ്രവാചകന്മാരിൽ ഒരുത്തൻ, പിന്നെ പറഞ്ഞു यिर्मयाह, യോഹന്നാൻ. भविष्यवक्ताओं के बीच में कोई है, या बपतिस्मा देने वाला यूहन्ना। യോഹന്നാൻ. ഇത്രയുമാ പറഞ്ഞ്. കർത്താവ് അടുത്ത ചോദ്യം ചോദിച്ചത്, अगला सवाल ये पूछता है, यीशु ने उनसे कहा, और तुम क्या कहते हो कि मैं कौन हूँ? അവരുടെ അഭിപ്രായം അതിനൊന്നും കർത്താവ് തിരിച്ചു പറഞ്ഞില്ല. उनके बारे में उन्होंने जो भी कहा उस बारे में यीशु को कुछ बोलना नहीं, पर ജനം പറഞ്ഞതിന് കമന്റ് ഇല്ല ദൈവത്തിന്. जो क्राउड, जो झुंड बात करता है उसके बारे में यीशु मसीह की कोई उस बातचीत करने नहीं है। എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കാം, നിങ്ങൾ എന്താ പറഞ്ഞത്? എനിക്ക് അതാ കേൾക്കണം. पर चेलों को कहता है, तुम क्या बोलते हो मेरे बारे में? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കി? तुमने मेरे बारे में क्या समझा है? പക്ഷെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഗ്രീക്കിൽ ഇങ്ങനെ, നിങ്ങൾക്ക് ഞാൻ ആരാണ്. अगर उसका मूल भाषा ग्रीक में अगर हम पढ़ेंगे तो उसका ऐसा अर्थ है, मैं तुम्हारे लिए कौन हूँ। അതൊരു ഡിഫറെൻ്റ് ചോദ്യമാണ്. वो एक बहुत ही खास सवाल है। 3.5 വർഷത്തെ നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള
ആഴമേറിയ ബന്ധത്തിൽ ഞാൻ നിങ്ങൾക്കാരാ. ये 3.5 साल हम जो एक साथ चले, इस रिश्ते में मैं तुम्हारा क्या लगता हूँ, मैं तुम्हारा कौन हूँ. മുമ്പലത്തെ ചോദ്യത്തിൽ 12 പേരും പ്രതികരിച്ചെങ്കിൽ ഈ ചോദ്യത്തിൽ ആരും പ്രതികരിച്ചില്ല. पहले सवाल में 12 चेलों ने बात की, पर ये सवाल में कोई बात करने के लिए नहीं. ഒരെണ്ണം ഒന്നും പറയാതിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു, पर पतरस बोलता है, എൻ്റെ ഒരു വാക്ക് പറയും. शमौन पतरस ने उत्तर दिया, ആ तू मसीहा है, हाँ। साक्षात परमेश्वर का पुत्र. ആമേൻ. അതിന് ഒത്തിരി ആഴമുണ്ട്. इस एक वाक्य में बहुत गहराई है. നീ മശിഹായ. तू मसीहा है. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മുഴുവൻ വരുന്ന ഒരു മശിഹ എന്ന് ഇവൻ വായിച്ചിട്ടുണ്ട്. पुराने करार में पढ़ा था कि मसीहा आने वाला है, आमीन। और तू है यीशु. പിന്നെ മറ്റൊരു പ്രവചനം കിടക്കുന്നു, ദൈവത്തിന്റെ പുത്രൻ വരും. एक और नबूवत है कि परमेश्वर का पुत्र आने वाला है. ഇവൻ പറഞ്ഞു ഇത് രണ്ടും ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കി. मैं ये समझ गया हूँ यीशु कि ये दोनों एक ही व्यक्ति है. മശിഹായും ദൈവത്തിന്റെ പുത്രനും ഒരാളാണ്. मसीहा और परमेश्वर का पुत्र एक ही है, അടുത്തത് അത് നീയാ. और वो तू है यीशु. കർത്താവ് പറഞ്ഞിടാ, ഞാൻ കൊണ്ടുവന്ന ചാവിയുടെ രഹസ്യമാണ് നീ ഇപ്പൊ തുറന്ന്. तो यीशु कहता है, मैं जो चाबी लेकर आया, उस चाबी के आमा। रहस्य को तूने खोल दिया. എന്റെ ഒരു രഹസ്യമാണ് നീ തുറന്ന്. तूने मेरा एक रहस्य को അതുകൊണ്ട് यहाँ ഈ खोल दिया. ചാവി നിനക്കിരിക്കട്ടെ. इसलिए ये चाबी तुझे मिल നീ जाए. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. जो तू पृथ्वी पर बांधेगा वो स्वर्ग में बांधा നീ जाएगा. ഭൂമിയിൽ അടിക്കുന്നു, സ്വർഗത്തിൽ तू അടിയപ്പെട്ടിരിക്കുന്നു. जो पृथ्वी पर खोलेगा वो स्वर्ग में നീ खोला जाएगा. ഭാഗ്യവാനാ. तू भाग्यवान है. നീ പറഞ്ഞ രഹസ്യത്തിന് മേൽ तूने जो रहस्य बोला है, അടുത്ത രഹസ്യം ഞാൻ തുറക്കാൻ പോവാ. मैं एक अगला रहस्य बोलने वाला ഞാൻ हूँ. എന്റെ സഭയെ പണിയും. मैं मेरे ഇതുവരെ कलीसिया को തുറക്കാത്ത बांधूंगा. രഹസ്യം अभी तक जो रहस्य नहीं खोला, ഇതുവരെ തുറന്നിട്ടില്ലത്. अभी तक उस बारे में नहीं कहा. ഇപ്പോൾ നീ പറഞ്ഞതിന്റെ മേൽ അടുത്ത രഹസ്യം ഞാൻ തുറക്കാൻ പോവാ. मैं अगला रहस्य बोलता हूँ. നീ ഒരു രഹസ്യം തുറന്നു, तूने एक रहस्य बोला ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. कि मैं परमेश्वर का അപ്പൊ पुत्र ഞാൻ हूँ. ഒരു രഹസ്യം തുറക്കാൻ പോവാ. अब मैं एक रहस्य ഞാൻ तुझसे എന്റെ पाता हूँ. സഭയെ പണിയും. मैं मेरी कलीसिया को बांधूंगा. അപ്പൊ മനസ്സിലായോ? നീ തുറന്നേലേ ചിലതൊക്കെ തുറന്ന് വരത്തുള്ളൂ. जब तक तू कुछ चीजों को नहीं खोलेगा, तब तक कुछ चीजें तेरे सामने नहीं खुलेगी. എന്തിനാ നമ്മള് കൈയടിക്കുന്നേ? हम क्यों ताली बजा रहे എന്തിനാ നമ്മള് പ്രാർത്ഥിക്കുന്നേ? हैं? क्यों प्रार्थना എന്തിനാ നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നേ? परमेश्वर से ചിലത് प्यार क्यों തുറക്കാൻ, करते हैं? ചിലത് തുറക്കാൻ, ताकि वो कुछ चीजों का खुलासा करे. ചിലത് തുറക്കാൻ. कुछ चीजों എത്ര का പേർക്ക് खुलासा करे. മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? എത്ര പേർക്ക് ഇത് പിടികിട്ടി? कितने लोग इस बात को समझ पा रहे हैं? നമുക്കെല്ലാം കുഴപ്പം എന്തെന്നറിയോ? നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം हमारे सबकी यही गलती हो जाती है, നമുക്കെല്ലാം റെഡിമെയ്ഡായിട്ട് വേണം. हमको सब कुछ ऐसा रेडीमेड चाहिए. ഇന്നത്തെ വേൾഡ് അങ്ങനെ, दुनिया ही ऐसी है. എല്ലാം റെഡിമെയ്ഡായിട്ട് വേണം. നമുക്കൊരു എഫേർട്ടും ഉണ്ടാകാൻ പാടില്ല. हमको कोई मेहनत नहीं करनी. മനസ്സിലാകുന്നുണ്ട് അല്ലേ? എത്രയും ഈസി ആയിട്ട് കാര്യങ്ങൾ നേടാമെന്നാണ് ഇന്ന് വേൾഡ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. दुनिया यही कोशिश कर रही है कि कितना कम मेहनत में ज़्यादा से ज़्यादा चीज़ें मिले. ആമേ അല്ലേ? പക്ഷെ കമ്പനികളുടെ പരിപാടി എത്രയും കഷ്ടപ്പെടുത്താവോ എന്നിട്ട് ശമ്പളം തരണമെന്ന്. कंपनियां क्या करती है, जितना मेहनत करवा सकते हैं उतना मेहनत करवाती है. ആമേ ഈ എൻ്റെ മമ്മി കൂടെ കൂടെ പറയുന്നത്, ഇവിടുത്തെ ബോംബെ ഇവിടെ മമ്മി ലിൻസിയുടെ മമ്മി, എൻ്റെ മമ്മി പറയുന്നത്, ഇവിടെ ഞങ്ങളൊക്കെ വന്ന സമയത്ത് എന്ത് കഷ്ടപ്പെട്ടത്. मेरी माँ हमेशा ऐसे कहते हैं, हम जब बॉम्बे में आए तो कितना हमने मेहनत किया. അന്ന് മമ്മി പറഞ്ഞു കേട്ടിട്ടുള്ള 2:30-3 മണിയാകുമ്പോൾ എഴുന്നേക്കും. बोलती थी 3 बजे सवेरे उठते थे. അമ്മേ ഇത് ഞാൻ പ്രായമുള്ളവർക്ക് വേണ്ടിയല്ല, പിള്ളേർക്ക് വേണ്ടിയാണ് പറയുന്നത്. मैं ये बुजुर्ग लोगों के लिए नहीं कह रहा हूँ, जो नौजवान है बच्चे हैं, मैं आप लोगों के लिए कह रहा हूँ. അമ്മേ 3-3:30 എഴുന്നേറ്റിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട ആഹാരം മുഴുവൻ ഉണ്ടാക്കും. 3-3:30 बजे उठ के घर के लिए पूरा खाना बनाती थी. അമ്മേ ഇന്ന് ഒരു വീട്ടിൽ മാക്സിമം പോയ 4 പേര്, അപ്പനും അമ്മയും 2 പിള്ളേരും. आज घर में करीबन 4 लोग होते हैं, माता पिता और शायद 2 बच्चे. അല്ലേ ഉള്ളൂ? 4, 3 അങ്ങനെയൊക്കെ ഉള്ളൂ. 5 വളരെ കുറവാണ് बहुत कम घर में 5 लोग होते हैं. അല്ലേ? അത്രയും പേർക്കുള്ള ആഹാരം വെച്ചിട്ട് 5:30 ആകുമ്പം ട്രെയിൻ പിടിക്കും.
तो मेरी माँ इस प्रकार करती थी, मैं खाना वाना बनाकर 5:30 की गाड़ी पकड़ती थी। ആ കഷ്ടപ്പാട് ഇന്നുണ്ടോ? वैसा मेहनत आज है क्या? ആ കഷ്ടപ്പാട് ഇന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വേലക്കാരെ വെക്കും, अगर वैसा है तो आप लोग 2 नौकरों को घर में रखोगे। ഇല്ലേ? സത്യം പറ. നമ്മൾ എത്രയും കംഫർട്ടായിട്ട് ജീവിക്കാൻ, എത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ നേടാൻ പഠിച്ചു. हम ये कोशिश कर रहे हैं कि कितने आराम से, कितने साधारण रीति में हमें चीज़ें मिल जाए। പക്ഷെ ദൈവത്തിൻ്റെ പ്രോട്ടോക്കോളിൽ അങ്ങനെ ഈസി ആയിട്ട് പ്രാപിക്കാൻ പറ്റത്തില്ല. पर परमेश्वर के संविधान में परमेश्वर की चीज़ें ऐसे आसानी से नहीं मिलती। പക്ഷേ അത് പ്രാപിക്കാനുള്ള മുഴുവൻ എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ അനുവാദം തന്നിട്ടുമില്ല. അത് പ്രാപിക്കാനുള്ള മുഴുവൻ എഫേർട്ട്, അത് കിട്ടണമെങ്കിൽ ഇത്രയും എഫേർട്ടുണ്ട്, പക്ഷെ അത് മൊത്തം കൂടെ നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. परमेश्वर की चीज़ों को प्राप्त करने के लिए बहुत मेहनत लगता है, पर परमेश्वर ये भी नहीं चाहता कि सारी मेहनत आप ही करो। അതിനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആത്മാവിനെ തന്നേക്കുന്നത്. इसीलिए पवित्र आत्मा ये दान में दिया गया। മൊത്തം കൂടെ ആത്മാവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. पर सब कुछ आत्मा ही करे और हम कुछ ना करे, ऐसा नहीं हो അത് सकता। നടക്കത്തില്ല. ആത്മാവ് നിങ്ങളും കൂടെ ചേരണം. आत्मा और आपको एक बनना पड़ेगा। ആമേ ആമേ. പത്രോസിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി. पत्रोस को कहता है, मैं मेरी कलीसिया को बनाऊंगा। അന്നോ പറഞ്ഞു. ആരോടാ ഇത് പറഞ്ഞ? പത്രോസിനോട്. पत्रोस को कहता है, मैं कहता हूँ അപ്പൊ कि ചാവി തുറന്നു. तो कलीसिया की चाबी खुल गई। ചർച്ച് പണിയണം, അതാണ് അടുത്ത ചാവി. अगली चाबी ये है कि कलीसिया को बांधना है। എങ്ങനെ പണിയണം? അത് അടുത്ത ചാവിയാ. कलीसिया को कैसे बांधना है, ये अगली चाबी है। അത് അടുത്ത രഹസ്യമാ. वो एक अगला रहस्य है। അതിനൊരാൾ മരിക്കണം. उसके लिए एक जन मरना है। അത് തുറക്കാൻ പത്രോസിന് പറ്റിയില്ല. पत्रोस वो नहीं खोल पाया। കർത്താവ് അത് തുറക്കാൻ ചെന്നപ്പോൾ പുള്ളി പറയാം, നിനക്കത് വരാൻ പാടില്ല. जब परमेश्वर कलीसिया बांधने की चाबी खोलने जा रहा था, तो पत्रोस बोला, तेरे साथ ये नहीं നീ होना ചത്ത चाहिए। ഞാനും ചാവും. तू मरा तो मैं भी मरूंगा। എടാ, യേശു ചാകുന്നതിൻ്റെ കൂടെ നീ ചാകുന്നതല്ല രഹസ്യം. यीशु की मृत्यु के साथ तू भी मरे, ये रहस्य नहीं। യേശു മരിക്കുമ്പോൾ നീ എഴുന്നേൽക്കുന്നതാ രഹസ്യം. यीशु की मृत्यु के साथ तेरा पुनरुत्थान हो, ये है उसका रहस्य। നീ എഴുന്നേറ്റ് വരുന്നതാണ് ദൈവത്തിന്റെ तू രഹസ്യം. उठ के आना ही परमेश्वर का रहस्य है। നീ കീഴടങ്ങുന്നതല്ല ദൈവത്തിന്റെ രഹസ്യം. तू किसी जगह हार मानना, ये परमेश्वर का रहस्य नहीं ഏതെങ്കിലും है। പെമ്പിളാരുടെ മുമ്പിൽ നീ തളരുന്നതല്ലടാ രഹസ്യം. कोई एक लड़की के सामने कमजोर पड़ जाए, ये तेरा रहस्य नहीं। ആരേലും പറയുമ്പോ തള്ളി പറയുന്നതല്ലടാ രഹസ്യം. कोई तुझे डरा कर कुछ पूछे तो परमेश्वर का त्याग कर दे, ये സകല नहीं है तेरा സകല रहस्य। നടുവിൽ നട്ടലോടെ എഴുന്നേറ്റ് നിന്ന് നീ വാ തുറക്കുന്നതാ ദൈവത്തിന്റെ രഹസ്യം. एक झुंड के सामने सीधा खड़े रहकर अपने मुंह को खोलकर प्रचार करना ही परमेश्वर का रहस्य है। യോഹന്നാൻ എഴുന്നേക്കാത്തടത്ത്, जहाँ यूहन्ना नहीं खड़ा हुआ, യാക്കോബ് जहाँ എഴുന്നേക്കാത്തടത്ത്, याकूब नहीं खड़ा ഓ हुआ, അന്ത്രയോസ് എഴുന്നേക്കാത്തടത്ത്, जहाँ एंड्रू खड़ा नहीं हुआ, പത്രോസേ നീയാ എഴുന്നേക്കേണ്ടത്. पतरस तुझे खड़ा रहना അതാണ് है। എന്റെ ചാവി. वो ही अगली चाबी है। शबलबरगस्यांथरा बाबा പത്രോസുമാർ എഴുന്നേൽക്കട്ടെ. कुछ पतरस आज यहाँ पे खड़े हो जाए। പത്രോസുമാർ എഴുന്നേൽക്കട്ടെ. कुछ पतरस आज यहाँ पे खड़े നീ हो जाए। പത്രോസാ. तू पतरस നിന്റെ है, വീട്ടിലെ പത്രോസാ तेरे നീ. घर का पतरस है तू, നിന്റെ ദേശത്തെ പത്രോസാ നീ. इस देश का पतरस है तू। നീ ഒതുങ്ങേണ്ട ആളല്ല. तू हार नहीं ഒരു मानना। എബ്രായ സ്ത്രീക്ക് ഇതിനെ ഒതുക്കാൻ एक പറ്റത്തില്ല. इब्राई की स्त्री के सामने ഒരു हार नहीं मानना। സംവിധാനത്തിന് നീ കീഴടങ്ങത്തില്ല. एक संविधान के सामने हार नहीं मानना। നിന്റെ വായിൽ ബലം നിയമിച്ചിട്ടുണ്ടവൻ. तेरे मुंह में परमेश्वर ने बल നിന്റെ दिया है, നാവിൽ അധികാരം तेरे നിയമിച്ചിട്ടുണ്ട്. जबान में अधिकार दिया गया है। ഒരു ശീമോനാക്കി നിന്നെ വെക്കാൻ അവന് താല്പര്യമില്ല. परमेश्वर नहीं चाहता कि तू एक सीमोन बने, നിന്നെ ശീമോനാക്കി ഒതുക്കാൻ അവന് താല്പര്യമില്ല. तुझे सीमोन बनाकर हराने के നിന്നെ लिए പത്രോസാക്കി नहीं चाहता। പത്രോസാക്കി പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर चाहता है कि तू पतरस बनकर बाहर പത്രോസിന്റെ आए। കയ്യിൽ ചില ചാവികൾ കൊടുക്കാൻ എന്റെ ദൈവം തയ്യാറാണെന്ന്. पतरस के हाथ में चाबी देने के लिए मेरा परमेश्वर तैयार है। ആമേൻ, ആമേൻ. ആമേൻ. ആ കൈ ഉയർത്തി പിടിച്ചിട്ട് പറ. अपने हाथों को उठाकर कहे, കൈ ഉയർത്തി പിടിച്ചിട്ട് പറ, हाथों को उठाकर ആ कहे, ചാവി എനിക്ക് താ. वो चाबी मुझे ആ दे രഹസ്യം परमेश्वर, എനിക്ക് താ. वो रहस्य ഞാൻ मुझे दे, തുറക്കാം. मैं खोलूंगा, ഞാൻ തുറക്കാം. मैं खोलूंगा। ദാ ബാ 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 ബാ. കർത്താവ് പറയുക,
ഈ രഹസ്യം ഇനിയും തുറക്കണമെങ്കിൽ ചാവി മാത്രം പോരാ, परमेश्वर कहता है ये रहस्य खोलने के लिए अब केवल चाबी ആത്മാവ് नहीं, കൂടെ വേണം. तुझे पवित्र आत्मा भी നിങ്ങൾക്ക് चाहिए. രണ്ടുപേർക്കും കൂടെ രഹസ്യം തുറക്കാൻ പറ്റൂ. तू और पवित्र आत्मा एक साथ ही इस പത്രോസെ रहस्य നീ को खोल ഒറ്റയ്ക്ക് सकता തുറക്കാൻ है. പറ്റത്തില്ല. पतरस तू अकेला नहीं ഇനി कर മുതൽ सकता. നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ, अब तुझे यात्रा करना है तो, ഇനി മുതൽ നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ अब तुझे आगे बढ़ना है ആത്മാവ് तो വേണം. तुझे पवित्र आत्मा ചിലരുടെ चाहिए. മേൽ ഇന്ന് ദൈവം ആത്മാവിന്റെ പുതുക്കത്തെ അയക്കാൻ और ആഗ്രഹിക്കുന്നു. कुछ लोगों के ऊपर आज पवित्र आत्मा का एक नयापन उंडेल रहा നീ है. വല്ലപ്പോഴും വല്ല രഹസ്യങ്ങളെ തുറക്കാൻ പോകുന്നു. अब तू कभी कभार रहस्य को ആത്മാവ് खोलेगा നിന്റെ കൂടെ नहीं. ഉണ്ടെങ്കിൽ पवित्र आत्मा तेरे നീ साथ है. എന്നും തുറക്കാൻ തുടങ്ങും. तू हर दिन उसके रहस्यों को എന്നും जानेगा. തുറക്കാൻ തുടങ്ങും. हर दिन മുടന്തനെ उसके കണ്ട് रहस्यों പറ को जाएगा. എഴുന്നേക്കടാ. മുടന്തനെ കണ്ട് പറ എഴുന്നേക്കടാ. लंगड़े को देखकर कहता है कि उठकर खड़ा हो. കാരാഗ്രഹത്തിൽ എന്ന് പറഞ്ഞു തുറക്കടാ. बंदीगृह को बोलता है खुल जा. വാതിലുകൾ തുറന്നു വരിക. दरवाजे अपने आप खुल रहे हैं उसके सामने. കാരാഗ്രഹത്തിൽ പത്രോസ് അല്ല വാ തുറക്കുന്നത്, बंदीगृह में पतरस मुंह नहीं खोलता. കൂടെ നിന്ന ആത്മാവാ തുറക്കുന്നത്. पवित्र आत्मा चीजों को करता है. ചിലയിടത്ത് നീ അല്ല, कुछ जगह पर तू നിന്നോട് नहीं, വരുന്ന ആത്മാവ് തുറക്കും. तेरे साथ आने वाली ആരോട് പ്രവചിക്കുക, आत्मा ആരോട് चीजों को ദൈവം खोलेगी. പ്രവചിക്കുക, ये नबुवत की वाणी है आपके ആരോട് लिए. ദൈവം പ്രവചിക്കുക. किसी के साथ ചിലയിടങ്ങളിൽ നിനക്ക് വേണ്ടി ആത്മാവ് തുറക്കും. पवित्र आत्मा कह रहा है कुछ जगहों पे നിനക്ക് दरवाजा വേണ്ടി मैं ആത്മാവ് खोलूंगा. തുറക്കും. पवित्र आत्मा कह रहा है कुछ जगह ആത്മാവ് मैं തുറക്കും. दरवाजा खोलूंगा. അടാ ബാ 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 ശാന്തരാധ്യ. അടകധന പ്രൗഢ ചാടി പിടിച്ചാട്ടാ ദൂത്. वो विश्वास से उसे पकड़ അത് लीजिए. പിടിച്ചാട്ടെ. विश्वास से पकड़ लीजिए. ആത്മാവ് തുറക്കും. आत्मा खोलने दीजिए वो दरवाजे. സകതന പ്രൗഢ ബട ബാ ബട ബാ ബാ ബശ്യ ബല ബാ. ബസ്. ആത്മാവ് ചിലതൊക്കെ മറന്നിക്ക് നിനക്കൊണ്ട് വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവാ. पवित्र आत्मा कुछ रहस्य को खोलकर तेरे लिए वो रोशनी मर लेकर आ रहा है. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തള്ളിയിടുന്നത് പോലെ एक जगह से दूसरे जगह पर लेकर जाने से നിന്നെ जैसा ഒരു പ്രശ്നത്തിനകത്തൊന്നും അടുത്ത പ്രശ്നത്തിലേക്ക് തള്ളിയിട്ട് तुझे एक समस्या से दूसरे समस्या की ओर डालकर, ഒരു കടത്തിൽ നിന്ന് മറ്റൊരു കടത്തിലേക്ക് एक തള്ളിയിട്ട് कर्जा से तुझे दूसरे कर्जे पर लेकर जाकर, ഒരിടത്ത് തോറ്റു മറ്റിടത്തും തോപ്പിച്ച് एक जगह से हार कर दूसरे जगह पर से നിന്നെ हार തള്ളി कर തള്ളിയിട്ടെങ്കിൽ तुझे गिराकर, ഇന്ന് നിന്റെ കൈക്ക് അവൻ പിടിക്കുക. ऐसे अवस्था में तू है पर आज അവൻ तेरे പറയുന്നത് हाथ എന്താ को, ദൂത്? आज तेरे हाथ को वो पकड़ रहा അവൻ है. എന്ത് ദൂതാ ഇന്ന് പറയുന്നത്? आज तुझसे वो कह रहा है ഓ രക്ഷം നീ മതി, നീ രഹസ്യങ്ങൾ തുറക്കണ്ട രാജാവാ. तू काफी है, रहस्य को खोलने वाला राजा तू നിന്നെ है. രക്തം തന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയത് എന്തിനാ? तुझे मैंने लहू देकर तुझे അന്ന് क्यों നിന്റെ छुड़ाया? മേൽ വെച്ചൊരു പദവിയാ, രാജകീയ പദവി. तुझे मैंने एक राजा के ओहदे पे എന്റെ बिठाया. രഹസ്യം തുറക്കാൻ നീ അല്ലാതെ പിന്നെ ആരുണ്ട്? मेरे रहस्य को खोलने वाला तू नहीं तो നീ और कौन? തുറക്കാൻ ഇറങ്ങി വാ. तू बाहर निकल कर आ. തുടക്കത്തിൽ ആത്മാവ് തുറക്കും, पवित्र आत्मा पहले तेरे लिए പിന്നെ चीजों को നീ खोलेगा, തുറക്കാൻ തുടങ്ങും. फिर तू चीजों को खोलने ഇന്ന് शुरुआत പകൽ करेगा. ആത്മാവ് ചിലത് നിനക്ക് തുറക്കാൻ പോവാ. आज आत्मा कुछ चीजों को खोल रहा है. പ്രതികരിച്ചാട്ട് ആത്മാവിനോട്, पवित्र आत्मा को जवाब ആത്മാവിനോട് दीजिए. പ്രതികരിച്ചാട്ട്, पवित्र आत्मा से बात करे. ആത്മാവിനോട് പ്രതികരിച്ചാട്ട്. पवित्र आत्मा से बात करे. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, मैं कुछ नहीं कर ഇനി ഇവിടെ सकता. ചെയ്യാൻ പോകുന്നത് ആത്മാവാ. यहाँ पवित्र आत्मा चीजों को कर ദൈവത്തിന്റെ रहा है. ആത്മാവ് पवित्र आत्मा चीजों को कर നിനക്ക് रहा है. വേണ്ടി യേശു കർത്താവ് വാങ്ങിച്ചു തന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, तेरे लिए यीशु मसीह ने जो मांग कर सौंपा वो पवित्र आत्मा, അത് നിനക്ക് വേണ്ടി കാര്യം ചെയ്തു തുടങ്ങിയ. वो तेरे लिए चीजों को कर रहा है. കാരാഗ്രഹം പത്രോസിന് തുറന്നതുപോലെ, बंदीगृह पत्रोस के लिए खुल गया ചങ്ങലകൾ वैसे, അഴിച്ചിട്ടതുപോലെ जो चेन से जो जंजीरें टूटी ദൈവത്തിന്റെ वैसे ആത്മാവ് परमेश्वर की ചില आत्मा മേഖലകളിൽ പ്രവർത്തിക്കാൻ പോവാ. कुछ चीजों के ऊपर कार्य कर ചില रहा है. രേഖകളിൽ പ്രവർത്തിക്കാൻ പോവാ. कुछ क्षेत्रों में कार्य कर ചില रहा है. രേഖകളിൽ, कुछ लिखावट को हटा रहा ചില है. പേപ്പറുകൾക്ക് വേണ്ടി ചലിക്കാൻ പോവാ. कुछ पेपर लिखावट है वो हट रहा है. Mighty Lord, യേശു ഇപ്പോൾ के അത് नाम में, സംഭവിക്കട്ടെ, यीशु के नाम में, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. यीशु के नाम में. ലേറ്റായ പലതും ഇന്ന് കർത്താവ് തിരുത്തുകയാ. जो डीले हुआ ऐसी कुछ चीजें परमेश्वर दोबारा लौटा रहा അതിന്റെ है. മേലുള്ള ലേറ്റ് എന്നുള്ള മാർക്ക് ദൈവം മായ്ക്കുക. लेट हो गया ऐसे बोली हुई चीजों को परमेश्वर हटा रहा है. അത് മായ്ക്കുക. उस चीजों को हटा ഇപ്പോൾ रहा ദൈവം है അതിന്റെ മേൽ suddenly and immediately എന്ന് ചാപ്പകുത്തുകയാ. और परमेश्वर उसके ऊपर तुरंत होगा ऐसी चीजों को बोल रहा है. ആമേൻ. അടാ ബല ഹസ തല നിങ്ങൾക്കൊണ്ട് ദൈവം ചലിച്ചോണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. सब लोग प्रार्थना करें, परमेश्वर आपके लिए എല്ലാവരും कार्य कर പ്രാർത്ഥിച്ചാട്ടെ. रहा है. ലദാന ബറവ അടകധന പ്രൗഢ. അടകല മനസ്യ. പ്രത്യേകിച്ച് സീവുഡിന്ന് വന്ന അവരെല്ലാവരും
सीवुड से जो लोग आए हैं, ദൈവം നിങ്ങളെ കൊണ്ട് ഇന്ന് ചിലത് തുറപ്പിക്കുക. परमेश्वर आपसे कुछ चीजों को खोल അതുകൊണ്ട് रहा है, സിമ്പിളായിട്ട് ഈ ദൂത് വിട്ടിട്ട് ഇറങ്ങി പോവല്ലേ. तो ऐसे ही कुछ सुनकर निकल कर ना जाए। ഒത്തിരി പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. आपके लिए बहुत लोगों ने ഒത്തിരി प्रार्थना പേര് की है, നിങ്ങളോട് ആലോചന बहुत പറഞ്ഞിട്ടുണ്ട്. लोगों ने आपके ऊपर नबूवत किया പക്ഷെ है, പലതിന്റെ പൂർണ്ണത നിങ്ങൾ കണ്ടിട്ടില്ല. पर बहुत चीजों की पूर्णता आपने नहीं പക്ഷെ देखी। ദൈവാത്മാവ് പറയുന്നു पर पवित्र आत्मा कह रहा വിടുതൽ है, നിങ്ങളിലൂടെ ചെയ്യുന്നതാ ദൈവത്തിന് ഇഷ്ടം. परमेश्वर की इच्छा ये है कि छुटकारा आपके द्वारा बाहर आए। നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഇഷ്ടം. परमेश्वर की इच्छा ये है कि आपके द्वारा चीजें बाहर आए। ദൈവം നിങ്ങളിലൂടെ ചലിക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर आपके द्वारा कार्य करना चाहता രഹസ്യങ്ങൾ है। തുറക്കുന്ന ചാബികൾ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് रहस्य കൈമാറുക. खोलने वाली चाबियां आपके हाथ में सौंप रहा ദൈവം है। നിങ്ങൾക്ക് വേണ്ടി കൈമാറുക. परमेश्वर आपको सौंप रहा है। പക്ഷെ ദൈവാത്മാവ് അതിനു മുമ്പ് കയറി ഒരു കാര്യം പറയുന്നു. पर पवित्र आत्मा इस प्रकार कह रहा है, നിങ്ങൾക്ക് വേണ്ടി മുന്നമേ ആത്മാവ് ചലിക്കാൻ പോവാ. आपके लिए पवित्र आत्मा कुछ चीजों को कर ചില रहा है, ചില വാതിലുകൾ അവന് തുറക്കണം. कुछ दरवाजों को वो खोलना चाहता ചില है, പേപ്പറുകൾ അവന് രക്ഷം കൈകാര്യം ചെയ്യണം. कुछ पेपर के ऊपर वो अपने कार्य को कर रहा है। മറക്കല്ലേ, മറക്കല്ലേ, ഹലോ, മറക്കല്ലേ. भूलना नहीं, ദൈവം നമുക്ക് രാജാവെന്നുള്ള ഐഡന്റിറ്റി തന്നു. परमेश्वर ने हमें राजा ऐसा ओहदा दिया है। ഒരടിമയും ഇവിടെ ഇരിപ്പില്ല. हम में से कोई गुलाम नहीं। ഇതിനകത്ത് വന്ന ആരും അടിമകളല്ല. यहाँ जो भी बैठे हैं कोई भी गुलाम नहीं, ഇതിനകത്ത് വന്നവരാരും ദാസന്മാരല്ല. यहाँ पे कोई दास नहीं, ഇതിനകത്ത് വന്നവരാരും ലേബേഴ്സ് അല്ല. हम में से कोई मजदूर नहीं, എല്ലാവരും രാജാക്കന്മാർ. हम सब राजा हैं। അടുത്തത് ശ്രദ്ധിക്കുക, രാജാവായതുകൊണ്ട് ദൈവം വെറും രാജ്യത്വം മാത്രമല്ല തന്നെ, ഒരു മഹത്വം കൂടെ തന്നെ. और क्योंकि हम राजा हैं तो केवल एक राज्य नहीं सौंपा, उसके साथ महिमा भी दी है। നമുക്കൊരു മഹത്വമുണ്ട്. हमारे अंदर एक महिमा है। ആ മഹത്വത്തിന് ദൈവത്തിന്റെ രഹസ്യങ്ങളെ തുറക്കാൻ കഴിയും. वो महिमा परमेश्वर के रहस्यों को खोल सकता है। ആമേൻ. നമ്മൾ അറിയാതെ പോയ ആ മഹിമ, हाँ, वो महिमा जो हम समझे നമ്മൾ नहीं, ശ്രദ്ധിക്കാതെ പോയ ആ जिस पे മഹിമ, हमने ध्यान नहीं दिया, നമ്മൾ വർദ്ധിക്കാൻ പ്രാർത്ഥിക്കാൻ ആ മഹിമ, ऐसे महिमा जिसके लिए हमने प्रार्थना भी नहीं की, അത് ദൈവത്തിന്റെ രഹസ്യങ്ങളെ തുറക്കുന്ന. वो परमेश्वर के रहस्यों को खोलने वाली അതുകൊണ്ട് महिमा ഇന്നു है। മുതൽ ആ മഹത്വം വർദ്ധിപ്പിക്കണമേ എന്ന് इसलिए आप आज से प्रार्थना करके परमेश्वर वो महिमा मुझ में बढ़े, ആമേൻ. ആത്മാവിനെ എന്നിൽ വർദ്ധിപ്പിക്കണം, आत्मा की बढ़ोतरी मेरे अंदर हो, മഹത്വത്തെ എന്നിൽ വർദ്ധിപ്പിക്കണം. महिमा की बढ़ोतरी मेरे अंदर हो। എത്ര പേര് ഇത് പ്രാർത്ഥിക്കും? कितने लोग प्रार्थना करेंगे? ആത്മാവിനെ എന്നിൽ വർദ്ധിപ്പിക്കണം, आत्मा में मुझे बढ़ा, മഹത്വത്തെ എന്നിൽ വർദ്ധിപ്പിക്കണം. महिमा मेरे अंदर बढ़ा। ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചേ. सब लोग प्रार्थना करें, എല്ലാ കണ്ണുകളും അടച്ച്. सारी आंखें बंद। താങ്ക് യു ലോർഡ്. അപ്പാ, ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം. पिता, आपने जो आवाज आज हमें सुनाई है, ആത്മാവിന് പറയേണ്ടത് ഇവിടെ പറഞ്ഞല്ലോ. आत्मा जो बात करना चाहता था वो നീ आपने की। ജനത്തെ തൊട്ടല്ലോ. तूने अपने लोगों से बात की, उन्हें छुआ। ദൈവശബ്ദം അരുളപ്പാടുകൾ ഇവിടെ അറിയിച്ചു. परमेश्वर की आवाज को यहाँ सुना, तेरे संदेश को यहाँ सुना। കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം പുതിയൊരു തലത്തിലേക്ക് കയറ്റിയല്ലോ. हमारे सारे बच्चों को आपने एक नए स्तर पर लेकर गए। നിന്റെ ആത്മാവിനെ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. तेरे आत्मा को हम में बढ़ा पिता, നിന്റെ മഹത്വം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണം. तेरी महिमा को हमारे अंदर बढ़ा पिता। ഈ ആഴ്ച മഹത്വത്തിൽ വർദ്ധിച്ച് ആത്മാവിൽ വർദ്ധിച്ച് ഒരു പുതിയ ചരിത്രം തുടങ്ങാൻ എല്ലാവരെയും സഹായിക്കണം. ये हफ्ते महिमा में बढ़ोतरी पाए और पवित्र आत्मा में बढ़ोतरी पाए और चले, ऐसी सहायता तू हमसे കർത്താവ് करना पिता। ചെയ്യുന്നതിനാൽ സ്തോത്രം. परमेश्वर तू वो करेगा, ये हमें जानते ഈ हैं ജനത്തെ पिता। ബ്ലസ് ചെയ്യുന്നതിനാൽ സ്തോത്രം. मैं ये इन लोगों को तू आशीषित कर रहा है, इसलिए धन्यवाद। ഇവർ വഴിയിൽ പട്ടുപോകരുത്. रास्ते में ये गिर ना पड़े। ഇവർ കർത്താവിൽ എടുക്കപ്പെടണം. परमेश्वर तेरे ഈ ആഴ്ച അങ്ങയുടെ വരവാണെങ്കിൽ इस हफ्ते अगर तेरे आगमन हो, കർത്താവേ, ഇവർ അങ്ങയുടെ കൂടെ മധ്യാകാശത്തിൽ ആയിരിക്കാനിടയാക്കണം. अगर इस हफ्ते तेरे आगमन हो पिता, तो ये लोग तेरे साथ उस मध्य आकाश में पहुंचे पिता। കർത്താവേ, ഇത് ഞങ്ങളുടെ ആഗ്രഹം, ये हमारी इच्छा है ഇത് पिता, ഞങ്ങളുടെ കൊതിയാ. ये हमारी ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ കൂടെ ये ആയിരിക്കണം. हमारी लालसा है पिता कि हम तेरे साथ ഞങ്ങളെ एक साथ रह ഒരുമിച്ച് पाए। നീ ഏറ്റെടുക്കുമല്ലോ. हमें एक साथ तू रखेगा, യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में, ആമേൻ. आमीन।